വോട്ട് പെട്ടിയിലായതിനു പിന്നാലെ നിലമ്പൂരിൽ ആര് വാഴും ആര് വീഴും എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി ഫലമറിയാമെങ്കിലും ഓരോ മുന്നണികളും കൂട്ടിയും കിഴിച്ചും എത്ര വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പെട്ടിയിലായി എന്ന് കണക്കാക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ നേതാക്കളോട് പറഞ്ഞു സ്വന്തം വിജയത്തിനായിട്ട് ബൂത്തുകളിൽ പെരുപ്പിച്ച കണക്കുകളുമായി ആരും വരേണ്ട എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ കാച്ചിക്കുറുക്കിയ പോളിംഗ് കണക്കുമായി MLA-മാർ അടക്കമുള്ളവർ ഇന്നലെ ഒരു യോഗം ചേർന്നു. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ ഞെട്ടിച്ചതും അത്ഭുതപ്പെടുത്തിയതുമായ ഒരു കണക്കുണ്ട്. സ്വരാജിന്റെ സ്വന്തം ബൂത്തായ പോത്തുകല്ലിൽ നാട്ടുകാരനായ സ്വരാജ് പിന്നിലാവുകയാണ്. അവിടെ ലീഡുണ്ടായിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനാണ്. എന്നാൽ അതേസമയം ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അൻവർ 2021 ലീഡ് ഉയർത്തിയിരുന്നു. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിനെ നിർത്തിയപ്പോൾ ലീഡ് താഴേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ CPM കോട്ട നിരാശയിലായിരിക്കുന്നത്. അതായത് UDF-ന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള വിശദമായ റിപ്പോർട്ടിൽ 5 പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും UDF-നൊപ്പം നിൽക്കുമെന്നും 2 പഞ്ചായത്തുകൾ LDF-ന് മുൻതൂക്കം നൽകുമെന്നാണ് പറയുന്നത്. മൊത്തം കണക്കുകളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDF-ന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. പഞ്ചായത്ത് തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ കണക്കിങ്ങനെയാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അധികം ലീഡ് ലഭിക്കുമെന്നാണ് UDF റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ 3,500 മുതൽ 4,000 വരെ ഭൂരിപക്ഷം വഴിക്കടവിൽ നിന്നും ലഭിക്കും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ശക്തി കേന്ദ്രമായ മുത്തേടം പഞ്ചായത്തിൽ നിന്നും 3,000 വോട്ടിന്റെ ലീഡ് ലഭിക്കും. അതുപോലെ മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ നാടായ എടക്കരയിൽ നിന്നും 1,500 വോട്ടിന്റെ ലീഡാണ് മുന്നണി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും കണക്കുകൾ പറയുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 1,500 വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ LDF ഭരിക്കുന്ന അമരമ്പലം, കരുളായി പഞ്ചായത്തുകളിൽ വോട്ടു നിലയിൽ മുൻതൂക്കം LDF-നൊപ്പമാകുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ ലഭിച്ച 2,000-നടുത്ത് വോട്ടുകൾ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും CPM കുപ്പുകുത്തില്ല എന്നുള്ളതാണ് ഈ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്നത് LDF ഭരിക്കുന്നതും സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെ നാടുമായ പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും 1,000 വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്ത് നേടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തന്റെ സ്വന്തം പോത്തുകൽ പഞ്ചായത്തിൽ സ്വരാജ് പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്വരാജിന്റെ പഞ്ചായത്ത് തന്നെയാണ് DCC അധ്യക്ഷൻ VS ജോയിയുടെ പഞ്ചായത്തും. സ്വരാജിനെ നാട്ടിൽ പിടിച്ചുകെട്ടാൻ ജോയിക്കായി എന്നുള്ളതാണ് ഒരു കാരണം. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് പോത്തുകൽ. അതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ പോത്തുകല്ല് സ്വരാജിന് പണി കൊടുക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. LDF-ന്റെ കണക്കിൽ സ്വരാജിന്റെ പഞ്ചായത്തിൽ വൻ ലീഡാണ് അവർ കാണുന്നത്. അതാണ് തകിടം മറിയുമെന്ന് UDF-ന്റെ കണക്കിൽ പറയുന്നത്. ഇതിനെല്ലാം അപ്പുറത്തൊരു കണക്ക് കൂട്ടാനുണ്ട് എന്നും UDF വിലയിരുത്തുന്നുണ്ട്. അവസാന നിമിഷം അൻവർ കളിച്ച കളി മുഴുവൻ LDF വോട്ടുകൾ പെട്ടിയിലാക്കാനായിരുന്നു. മുൻ ഇടത് MLA കൂടിയായ PV അൻവർ നേടുന്ന വോട്ടുകൾ UDF-ന് അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അൻവറിലൂടെ LDF-ലെത്തിയ വോട്ടുകളാകും PV അൻവർ പിടിക്കുകയെന്നും UDF വിലയിരുത്തുന്നുണ്ട്. അത് ശരിയാണെന്ന് നാട്ടുകാർ പലരും സമ്മതിക്കുന്നുമുണ്ട്. ശരിയാണെങ്കിൽ UDF-ന്റെ ലീഡ് അവർ വിലയിരുത്തുന്നതിൽ നിന്നും കൂടാനാണ് സാധ്യത.